ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ വന്നാലേ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരേ ഇരിപ്പ്. എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? ആഹാരം സമയത്ത് കഴിക്കേണ്ടതല്ലേ? സച്ചിൻ ഇതെവിടെയായിരുന്നു? സച്ചിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ ഒരു ടെൻഷനുള്ള പോലെ. എനിക്കൊരു ടെൻഷനും ഇല്ല. താൻ സമാധാനമായിട്ടിരുന്നാ മതി. നിന്റെ കാര്യം ഓർത്തായിരിക്കും അവന് ടെൻഷൻ, അല്ലാതെ അവന് വേറെന്ത് ടെൻഷൻ? ആ അല്ല, സച്ചി വന്നല്ലോ, നമുക്കെന്ന് ഇറങ്ങിയാലോ? സച്ചി വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ, അമ്മ ഇവിടെ നിന്നോ? ആ അത് വേണ്ട, ഇവിടെ സച്ചേട്ടൻ നിന്നാ മതി. എന്നാ പിന്നെ ശരി, ഞങ്ങളങ്ങ് ഇറങ്ങുവാണേ. പോയിട്ട് വരേ. വേടാ പോട്ടെ മോളെ, ശരിയെന്നാ. പോട്ടെ. സമയം ഒരുപാടായി, ഞാൻ ഫുഡ് എടുക്കാം. സത്യം പറ സച്ചേട്ടാ, രാവിലെ മുതല് എന്താ സച്ചേട്ടന് വല്ലാത്തൊരു പരവേശവും വെപ്രാളവും ഒക്കെ? താൻ എന്തായി പറയുന്നേ? എനിക്കങ്ങനൊന്നുമില്ല. ഞാനേ സച്ചേട്ടന്റെ ഭാര്യ. സച്ചേട്ടൻ എന്ത് മനസ്സ് വിചാരിച്ചാലും അതെനിക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ സച്ചേട്ടൻ എന്റെ അടുത്തുനിന്ന് മറയ്ക്കുന്നത് എന്താണെന്നും എനിക്കറിയാം. ഞാൻ അറിഞ്ഞ പ്രയാസപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ സച്ചേട്ടൻ എന്നോട് ആ വിഷയം പറയാത്ത? ഈശ്വര, ഇവളെല്ലാം അറിഞ്ഞോ? അല്ല, ഇവളെങ്ങനെയാ അത് മനസ്സിലാക്കിയത്? അതാണ് ഭാര്യയുടെ മനസ്സിന്റെ ശക്തി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. തന്നോട് പറയണമെന്ന് നേരത്തെ കരുതിയതാ. അവരോട് സങ്കടവും സാധാപവും ഒക്കെ എനിക്കും ഉണ്ട്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ സച്ചേട്ടാ? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാ പിന്നെ ആരോട് നമ്മൾ ഒരു സെന്റിമെന്റ്സും കാണിക്കരുത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ഏടത്തെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെ ദ്രോഹിക്കാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സച്ചേട്ടനും സന്ദീപും എല്ലാം അമ്മയുടെ സ്ഥാനത്ത് അവരെ കണ്ടിരുന്നെന്നൊക്കെ എനിക്കറിയാം. അത് ശരി, അർച്ചന പറയുന്നത് അവന്തികടത്തെ കുറിച്ചാണ്. തൽക്കാലം രക്ഷപ്പെട്ടു. അവര് സച്ചേട്ടനെ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? കാണും. എന്ത് ചെയ്തിട്ടായാലും ആരുടെയും കാല് പിടിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അവരോട് സച്ചേട്ടൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് സച്ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ അവരത് അർഹിക്കുന്നില്ല. കാരുണ്യവും ദയയും സഹതാപവും ഒക്കെ അതൊക്കെ അർഹിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ. അതെ, അത്രേ ഉള്ളൂ. താൻ പറഞ്ഞത് തന്നെയാണ് ശരി.